സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ശക്തിയായ ഒരു ദേവതയായിരുന്നു അഫ്രോഡൈറ്റ്. അവൾ പലരെയും തന്നിലേക്ക് പ്രണയത്തിലാക്കി, പക്ഷേ മറ്റുള്ളവരെയും പ്രണയത്തിലാക്കാൻ അവൾ സഹായിച്ചു. കടലിൽ ജനിച്ചതായി പറയപ്പെടുന്നു. സ്വർണ്ണ നിറമുള്ളവളായും മനോഹരമായ വസ്ത്രങ്ങളും മനോഹരമായ ആഭരണങ്ങളും ധരിച്ചവളായും അവളെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഒരു കഥയിൽ അഫ്രോഡൈറ്റ് എല്ലാ ദേവന്മാരുടെയും ഭരണാധികാരിയായ സിയൂസിന്റെ മകളായിരുന്നു. അവളുടെ അമ്മ ഡയോൺ എന്ന ടൈറ്റൻ ആയിരുന്നു. ഒരു കാലത്ത് ലോകം ഭരിച്ചിരുന്ന ഭീമന്മാരായിരുന്നു ടൈറ്റാനുകൾ. മറ്റു കഥകൾ പറയുന്നത് അഫ്രോഡൈറ്റ് കടൽ നിറയിൽ നിന്ന് പൂർണ്ണമായും വളർന്നതാണെന്നാണ്. കാറ്റ് അവളെ ഒരു ഷെല്ലിൽ കയറ്റി സൈപ്രസ് ദ്വീപിലേക്ക് കൊണ്ടുപോയി, അത് അവളുടെ വീടായി മാറി. കടലിൽ നിന്ന് അഫ്രോഡൈറ്റ് വന്നതിനാൽ നാവികർ അവളോട് കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കാൻ പ്രാർത്ഥിച്ചു. ഐതിഹ്യമനുസരിച്ച് ദേവന്മാരും മനുഷ്യരും ഒരുപോലെ അഫ്രോഡൈറ്റിനെ അവളുടെ സൗന്ദര്യം കാരണം ആഗ്രഹിച്ചു. എന്നാൽ അവൾ അഭിമാനിക്കുകയും ആരാധകരെ നിരസിക്കുകയും ചെയ്തു. കരകൗശലത്തിന്റെ ദേവനായ ഹെഫെസ്റ്റസുമായുള്ള അഫ്രോഡൈറ്റിന്റെ വിവാഹവും യുദ്ധദേവനായ ആരെസുമായുള്ള അവളുടെ പ്രണയവും ശ്രദ്ധേയമാണ്. ദൈവങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളുടെ സങ്കീർണതയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ത്രികോണ പ്രണയം. ട്രോജൻ യുദ്ധത്തിന്റെ പ്രസിദ്ധമായ കഥയിൽ കാണുന്നപോലെ അഭിനിവേശം ഉണർത്തുന്നതിലും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിലും യുദ്ധങ്ങൾ ആരംഭിക്കുന്നതിലും പോലും അവളുടെ സ്വാധീനം ഉണ്ട്. പുരാണങ്ങളിലും യാഥാർത്ഥ്യത്തിലും പ്രണയത്തിനും ആകർഷണത്തിനും ഉള്ള വലിയ സ്വാധീനത്തെക്കുറിച്ച് അവളുടെ ശക്തികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.